ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. ഈ വീഡിയോയിൽ പറയുന്നത് ശതമാനം എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സംഖ്യയുടെ 20% 300 ആയാൽ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം PSCക്ക് ചോദിച്ച് കാണാറുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ 300 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്കിതിനെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് 20/100 എന്ന് എഴുതാം. അപ്പോൾ സംഖ്യ എന്ന് പറഞ്ഞാൽ 20/100 ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ റെസിപ്രോക്കലാവും, വ്യുൽക്രമമാവും, 100/20 എന്നാവും. 100 20 കൊണ്ട് ഹരിക്കുമ്പോൾ 5 പ്രാവശ്യം, 3 × 5 എന്ന് പറയുമ്പോൾ 15, 1500 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 300 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഖ്യ ഏത്? 300 × 100/20 1500 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സംഖ്യയുടെ 20%-നോട് 40 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എങ്കിൽ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക. സംഖ്യ എക്സ് ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സംഖ്യയുടെ 20%, അതായത് എക്സിൻ്റെ 20%-നോട് 40 കൂട്ടിയാൽ എന്ത് കിട്ടും? അതേ സംഖ്യ കിട്ടും. ഈക്വൽ ടു അതേ സംഖ്യ കിട്ടും, എക്സ് തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾക്ക് ഇതുപോലെ എടുത്തെഴുതാനുള്ള അറിഞ്ഞാൽ മതി. സംഖ്യയുടെ 20% എന്ന് പറയുമ്പോൾ സംഖ്യ എക്സ് ആണ് എടുത്തിരിക്കുന്നത്. എക്സ് × 20/100 അതിനോട് 40 കൂട്ടിയാൽ, 40 കൂട്ടിയാൽ എന്ന് പറയുമ്പോൾ +40, അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതേ സംഖ്യ തന്നെ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ ആൻസറായി. 20 100-ൽ 5 പ്രാവശ്യം. അപ്പോൾ നമുക്കിതിനെ x/5 + 40 = x എന്ന് എഴുതാം. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ x ഒരു ഭാഗത്ത് കൊണ്ടുവരാം. x/5 -x + 40 = 0. ഇത് ബൈ 1 ഇട്ട് ക്രോസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ x - 5x / 5 ഈക്വൽ ടു +40 ഇപ്പുറത്ത് വരുമ്പോൾ -40 എന്ന് കിട്ടും. x - 5x എന്ന് പറഞ്ഞാൽ -4x ആണ്. ഈക്വൽ ടു /5 ഈക്വൽ ടു -40. രണ്ടിടത്തും മൈനസ് വരുന്നുണ്ട്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. 4x എന്ന് പറയുമ്പോൾ 5 ഇപ്പുറത്ത് വരുമ്പോൾ 40 × 5 ആവും, 200 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എക്സിൻ്റെ വില 200. 4x എന്ന് പറഞ്ഞാൽ 200, എക്സ് എന്ന് പറയുമ്പോൾ 200/4 50 എന്ന ആൻസർ കിട്ടും. അപ്പോൾ സംഖ്യ എക്സ് എന്നെടുത്തു. സംഖ്യയുടെ 20%-നോട് 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്തെടുത്താൽ എക്സിൻ്റെ വില 50 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സംഖ്യയുടെ 8% 56 ആയാൽ സംഖ്യയുടെ 13% എത്ര? സംഖ്യ ഒരു എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സിൻ്റെ 8% എന്ന് പറഞ്ഞാൽ 56 എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എഴുതാം 56 × 100/8. 8/100 ഇപ്പുറത്ത് വരുമ്പോൾ 100/8 ആവും. 8 56-ൽ 7 പ്രാവശ്യം, 7 × 100 എന്ന് പറഞ്ഞാൽ
700, അതായത് സംഖ്യ 700 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംഖ്യയല്ല, സംഖ്യയുടെ 13% എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സംഖ്യയുടെ 700 കിട്ടി. 700ൻ്റെ 13% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 0 വെട്ടിപ്പോവും. 7 × 13 എന്ന് പറയുമ്പോൾ 91 എന്ന് ആൻസർ കിട്ടും. ഇതാണ് ആൻസറായി വരുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 12% തുല്യമായ ഭിന്നസംഖ്യ ഏത്? നമ്മൾക്കറിയാം H% എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാറ് H/100 എന്നാണ്. ഇവിടെ 12.5 എന്ന് പറയുമ്പോൾ ഇതിനെ ആദ്യം നമ്മളൊന്ന് മാറ്റി എഴുതണം. ഇതിപ്പോൾ മിശ്രഭിന്നമാണ് തന്നിരിക്കുന്നത്. ഇതിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റി എഴുതണം. ഇത് ചെയ്യാനറിയാത്തവർ ഒന്ന് ശ്രദ്ധിക്കണം. 12 × 2 ചെയ്യുക, പിന്നെ പ്ലസ് ഈ 1 ഇതിനോട് കൂട്ടുക, ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ഇതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുക. 12 × 2 എന്ന് പറയുമ്പോൾ 24, 24 + 1 25/2 എന്ന് കിട്ടി. 25/2% എന്നാണ് 12.5% എന്ന് പറഞ്ഞാൽ വരിക. ഇതിനെ മാറ്റി എഴുതുമ്പോൾ വരിക 25/2 × 100 എന്ന് വരും. 25 100ൽ 4 പ്രാവശ്യം പോകും. നമ്മൾക്കറിയാം 1/2 × 4 8 എന്നാണ് ആൻസറായി വരിക. 12.5% തുല്യമായ ഭിന്നസംഖ്യയാണ് 12.5% തുല്യമായ ഭിന്നസംഖ്യയാണ് 1/8. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും സ്ഥലത്തെല്ലാം ഇതിന് പകരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ 1/8 എന്നിട്ട് നേരിട്ട് സമയം കളയാതെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് 12% തുല്യമായ ഭിന്നസംഖ്യ 1/8 ആണ്. ഇതേപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.